നമസ്കാരം. കേരള സർവകലാശാലയിൽ നടക്കുന്ന VC രജിസ്ട്രാർ ഏറ്റുമുട്ടലുകൾക്കും വിവാദങ്ങൾക്കും ഇടെ അവധി അപേക്ഷ നൽകി രജിസ്ട്രാർ KS അനിൽകുമാർ. ജൂലൈ 9 മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അവധി അപേക്ഷ നൽകിയത്. വിദേശ പര്യടനം കഴിഞ്ഞ് ബുധനാഴ്ച ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേലിനാണ് അവധി അപേക്ഷ നൽകിയത്. എന്നാൽ സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് രേഖപ്പെടുത്തി VC ലീവ് അപേക്ഷ നിരസിച്ചു. ഇതോടെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം വെച്ചതിന്റെ പേരിൽ കേരള സർവകലാശാലയിൽ തുടങ്ങിയപ്പോൾ ഒരു പുതിയ തലത്തിലെത്തി നിൽക്കുകയാണ്. തനിക്ക് ശാരീരിക അസ്വസ്ഥതയും രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലും ഉള്ളതുകൊണ്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം ജൂലൈ 9 മുതൽ കുറച്ചു നാളത്തെ അവധി വേണമെന്നാണ് VCക്ക് മെയിലിൽ അയച്ച അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്റെ അഭാവത്തിൽ രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും അവധി അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അപേക്ഷയ്ക്ക് പ്രസക്തിയില്ലെന്ന് VC വ്യക്തമാക്കി. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റിന്റെ സമാന്തര യോഗം നിയമവിരുദ്ധമാണെന്നും അതിലെ തീരുമാനങ്ങൾ VC അംഗീകരിക്കാത്തതിനാൽ നിലനിൽക്കില്ലെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അനിൽകുമാറിന്റെ സസ്പെൻഷൻ നിലനിൽക്കുന്നതാണ്. ഓഫീസിൽ തുടരുന്നത് നിയമവിരുദ്ധമാണ്. പുറത്തു പോകണമെന്നും VCയുടെ അനുമതിയില്ലാതെ ഓഫീസിൽ കടക്കരുതെന്നും അനിൽകുമാറിനെ അറിയിക്കാൻ VCയോട് ഗവർണർ നിർദ്ദേശിച്ചിരുന്നു. സമാന്തര യോഗത്തിലെ തീരുമാനത്തിന് കടലാസിന്റെ വില പോലും ഇല്ലെന്നും അതിനാൽ അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണെന്നുമാണ് ഗവർണറുടെ നിലപാട്. ഇക്കാര്യം വ്യക്തമാക്കി VCക്ക് വീണ്ടും ഉത്തരവിറക്കാമെന്ന് ഗവർണർ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ VCക്ക് പൂർണ്ണ അധികാരവും ഗവർണർ നൽകിയിട്ടുണ്ട്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയത് നിയമസാധുതയില്ലാത്ത യോഗമാണെന്ന് വിലയിരുത്തിയാണ് സമാന്തര യോഗവും അതിലെ തീരുമാനങ്ങളും അസാധുവാണെന്ന് ഗവർണർ വിലയിരുത്തിയത്. സിൻഡിക്കേറ്റിലെ ഏത് തീരുമാനവും അംഗീകരിക്കാനും നടപ്പാക്കാനും VC 2 വട്ടം ഒപ്പുവെക്കേണ്ടതുണ്ട്. തീരുമാനം അംഗീകരിച്ച ശേഷവും VCക്ക് നടപ്പാക്കാതിരിക്കാൻ അധികാരമുണ്ട്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബ വിവാദത്തിന് തുടർച്ചയായിട്ടാണ് രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തത്. ഗവർണറോട് അനാദരവ് കാണിച്ചെന്നും സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചെന്നും കുറ്റപ്പെടുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ VCക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിക്കാനുള്ള വ്യവസ്ഥ ഉപയോഗിച്ചായിരുന്നു നടപടി. സീനിയർ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനാണ് ചുമതല നൽകിയിരുന്നത്. പിന്നീട് VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ വിദേശത്തേക്ക് പോവുകയും ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തു. തുടർന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി. എന്നാൽ സിൻഡിക്കേറ്റിന്റെ നടപടി VC സിസ തോമസ് അംഗീകരിച്ചിരുന്നില്ല. ജൂൺ 25-ന് ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണറായിരുന്നു മുഖ്യ അതിഥി. വേദിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചത് തർക്കത്തിനും പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിനും വഴിവെച്ചു. മതചിഹ്നങ്ങളോ ആരാധനയോ പാടില്ലെന്ന സർവകലാശാല ചട്ടം സംഘാടകർ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഹാളിലുള്ള അനുമതി നിഷേധിച്ചു. എന്നാൽ ഗവർണർ ചടങ്ങിനെത്തിയതോടെ ഹാളിൽ സെമിനാർ നടന്നു. രജിസ്ട്രാറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പരിപാടി അലങ്കോലമാക്കാൻ ഉദ്ദേശിച്ച് ചിലരുടെ ആജ്ഞയനുസരിച്ച് രജിസ്ട്രാർ പ്രവർത്തിച്ചെന്നായിരുന്നു VCയുടെ കണ്ടെത്തൽ. അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ഗവർണർ അസാധുവാക്കുമെന്നും ഉറപ്പാണ്. സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ചാൻസലറായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതോടെ രജിസ്ട്രാർ KS അനിൽകുമാർ വീണ്ടും സസ്പെൻഷനിലാകും. നേരത്തെ രജിസ്ട്രാറുടെ പകരം ചുമതല നൽകിയിരുന്ന സീനിയർ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെ വൈസ് ചാൻസലർ നടപടിയെടുക്കും. VCയുടെ അസാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തതിനാണിത്. കഴിഞ്ഞ ദിവസം രജിസ്ട്രാറുടെ ചുമതല നൽകിയിരുന്ന പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം ഡയറക്ടർ മിനി കാപ്പനാകും രജിസ്ട്രാറുടെ ചുമതല ലഭിക്കുക. ഇന്നു മുതൽ മോഹനൻ കുന്നുമേലിനാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ചുമതല. വിദേശത്ത് നിന്ന് മോഹൻ കുന്നുമേൽ എത്തിയിട്ടുണ്ട്. സിസ തോമസിന്റെ ചുമതലകൾ ഇന്നലെ അവസാനിച്ചിരുന്നു.